ഇന്നലത്തെ എപ്പിസോഡില് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ജിൻഡോയും ഗബ്രിയും തമ്മിലുള്ള ആ ഒരു മൽപ്പിടുത്തത്തില് 100 അല്ല 200% ന്യായം ജിൻഡോയുടെ ഭാഗത്താണ്. ഗബ്രിയുടെ ബാക്കിൽ ഡേഞ്ചർ കോയിൻ ജിൻഡോ ഒട്ടിക്കുന്നത് കൃത്യമായിട്ട് എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ഗബ്രി ബാക്കിൽ തൊട്ട് നോക്കി ഡേഞ്ചർ കോയിൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ജിൻഡോയുടെ മുഖത്ത് കൈകൊണ്ട് അമ്മിക്ക് പിടിച്ച് തന്റെ മുകളിലേക്ക് വലിച്ചിടുന്നത്. എന്നിട്ട് ജിൻഡോയുടെ മുകളിൽ കയറിയിരുന്ന് പുള്ളിയെ ആക്രമിച്ചു. അത് ശുദ്ധമായ ഫിസിക്കൽ അസോൾട്ട് ആണ്. അത് എപ്പിസോഡിൽ നല്ല പക്കയായിട്ട് കാണിക്കുന്നുണ്ട്. മുടിയിൽ വലിച്ചു, പിന്നെ കൈയൊക്കെ മറ്റേ മാന്തി പറിച്ചു, മുഖത്ത് മാന്തി. കോയിൻ ഒട്ടിച്ച് ഓടാനിരുന്ന ആളാണ് ജിൻഡോ, അത് നിങ്ങൾ ഓർക്കണം. കോയിൻ ഒട്ടിക്കുകയും ചെയ്തതാണ്. പക്ഷെ ഇങ്ങനെ ഒരു മൽപ്പിടുത്തം ഉണ്ടാവാൻ കാരണം ആദ്യത്തെ റൗണ്ടിലെ ഗബ്രിയുടെ ഗ്രഡ്ജാണ്, ഋഷി ഔട്ടായതിന്റെ ഗ്രഡ്ജാണ്, ഗബ്രിയുടെ അഗ്രഷൻ ആണ്. ആ റൗണ്ടില് ജിൻഡോ ടാർഗറ്റ് ചെയ്തത് ഗബ്രിയെ പോലും അല്ല, ശരണ്യനെയാണ്. പക്ഷെ ആദ്യത്തെ റൗണ്ടിൽ ഈഗോ ഹേർട്ടായ ഗബ്രി ഈ റൗണ്ടിൽ ജിൻഡോയുമായിട്ട് ഇങ്ങനെ ഒരു മൽപ്പിടുത്തം നടത്തണമെന്ന് ഓൾറെഡി തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു ഭീഷണി മുഴക്കിയത് വരെ. അതാണ് എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായത്. പൂർണ്ണമായിട്ടും ഗബ്രിയുടെ ഭാഗത്ത് തന്നെയാണ് ഇതൊക്കെ. ജിൻഡോയുടെ മുതുകത്തേക്ക് ആർക്ക് വേണേലും കയറാം. ജിൻഡോയ്ക്ക് വേണ്ടി സംസാരിക്കാനും ഒന്നും ആരും അതിൻ്റെ അതില്ല. അൻസിബയ്ക്കും ജാസ്മിനും ഒക്കെ എന്തുമാത്രം റിയാക്ട് ചെയ്യാമായിരുന്നു ഇന്നലെ പവർ ടീമിനെതിരെ. ഋഷിയും ഗബ്രിയും ഒക്കെ പവർ ടീമിൽ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു രണ്ടുപേരും മിണ്ടാതിരുന്നു. എന്തായാലും സ്വന്തം ടീമിലുള്ളവർക്ക് പോലും ജിൻഡോയെ സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു. അങ്ങനെ ഒരു ടീം എങ്ങനെ ജയിക്കാനാണ്? ഒറ്റയ്ക്ക് നിന്ന് വൺ മാൻ ആർമി ആയിട്ട് എത്ര നേരം കളിക്കാൻ പറ്റും? ഗബ്രിയും ശരണ്യയും കൂടി ജിൻഡോയെ ലാസ്റ്റ് വളഞ്ഞിട്ട് അടിക്കുന്നതും ഇതേ എപ്പിസോഡിൽ തന്നെയല്ലേ നമ്മൾ കണ്ടത്. ഇതൊന്നും ചോദിക്കാൻ ഒരുത്തന്നെയും വായിൽ നാക്കില്ല അതിനകത്ത്. ജിൻഡോയെ ക്രോസ് വിസ്താരം നടത്തണം എന്നൊരൊറ്റ ചിന്തയുള്ളൂ. അതും പുറത്തുനിന്ന് പോയവർക്ക് വരെ അതേ അങ്ങനെയാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.